ഹായ് ഹലോ എല്ലാവർക്കും ഷെറൂസ് ഫുഡ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കളിയടക്കയാണ്. തിരുവനന്തപുരത്തൊക്കെ ഇതിന് ചീട എന്നാണ് പറയുന്നത്. നല്ല ടേസ്റ്റാണ്, നല്ല കറുമുറ ഇരിക്കുന്നതാണ്. ഇതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് നോക്കാം. വേണ്ട ഉഴുന്ന്, പിന്നെ പുഴുക്കലരി കുതിർത്തത്, അത് ഏകദേശം 1/2 കിലോയോളം ഉണ്ട്. ഉഴുന്ന് നമ്മൾ വറുത്ത് പൊടിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതിപ്പം ഇതുപോലെ കുതിർത്ത് 1.5 മണിക്കൂറോളം കുതിർത്ത് വെക്കണം. പിന്നെ ഉപ്പ്. നമുക്ക് ആദ്യം ഉഴുന്ന് വറുത്ത് പൊടിക്കാം. നല്ല ബ്രൗൺ നിറം ആവുന്നത് വരെ ഇത് വറക്കണം. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നമ്മളിത് വറുത്ത് പൊടിക്കുകയാണ്. ഇതും ഇവിടെ ഈ ഭാഗത്ത് ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ ഭാഗത്ത് ഈ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന, ഓണത്തിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു മെയിൻ വിഭവമാണ് കളിയടക്ക എന്ന് പറയുന്നത്. നല്ല കറുമുറാന്ന് നമുക്കിങ്ങനെ ഓണത്തിന് വെടിവട്ടമൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. ഓണത്തിന് വേണമെന്നില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. ഓണത്തിലാണ് ഇത് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഞാനിത് കൊച്ചിലെ തിരുവനന്തപുരത്ത് കഴിച്ചത്. എനിക്ക് തോന്നുന്നു ഈ സെയിം സാധനമാണെന്ന് തോന്നുന്നു ചീട എന്ന് അവിടെ പറയുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇതേ ഷേപ്പാണ്, ഏകദേശം ഈ ടേസ്റ്റാണ് ഞാൻ ചെറുതിലെ കഴിച്ചിട്ടുള്ളത്. അച്ഛൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ നിന്നാണ് ഇത് കഴിച്ചിട്ടുള്ളത്. അല്ല, അപ്പോൾ ഇതുപോലെ ഈ നിറം ആവുന്ന വരെ നന്നായിട്ട് ഇത് വറക്കണം. കണ്ടില്ലേ, അത് നമുക്കൊരു മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിയണം, കഷ്ണങ്ങളൊന്നും പാടില്ല. കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വെളിച്ചെണ്ണയിൽ ഈ കളിയടക്ക ഇടുമല്ലോ, അതങ്ങനെയാണെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് നന്നായിട്ട് പൊടിക്കുക. അത് പൊടിച്ച് നമുക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന അരി ഉണ്ടല്ലോ, പുഴുക്കലരി ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് നമുക്കിതിനകത്ത് അരച്ചെടുക്കാം. അത് നന്നായിട്ട് അരയണം. നന്നായിട്ട് അരച്ചെടുക്കുക. അതിൻ്റെ കൂടെ ഒരല്പം ഒരു സ്പൂൺ ജീരകം ഇടുക. ഇപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. എള്ള് നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ. ഉഴുന്നുപൊടി 1 കപ്പ്, ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആവശ്യത്തിന് ചേർക്കുക. 1 കപ്പ് ഉഴുന്ന് വറുത്ത് പൊടിച്ചത്, ഏകദേശം 3.5 കപ്പോളം ഉണ്ട് പുഴുക്കലരി കുതിർത്ത് അരച്ചത്. ഇതിന് കൂടെ നമുക്ക് എള്ള് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് കുഴയ്ക്കുക. ഓൾറെഡി വെള്ളമുണ്ട്, നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് വെള്ളമായാലും നമുക്ക് ചെറിയ ഉരുളകളാക്കാൻ ബുദ്ധിമുട്ടാവും. നന്നായിട്ട് കുഴയ്ക്കുക. ഇത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ചെറിയ ഉരുളകളാക്കി ഉരുട്ടി എടുക്കുക. ഈ ഒരു വലിപ്പം മതി. ഇത് നന്നായിട്ട് ഉരുട്ടി എടുക്കുക. ഈ ഷേപ്പിൽ. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഉഴുന്നിൻ്റെ കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉഴുന്ന് പൊടി നന്നായിട്ട് പൊടിയണം കേട്ടോ. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇടാം. ഇട്ട ഉടനെ തിരിച്ചിടാൻ പാടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചിടാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്.
കണ്ടില്ലേ, ഇത് ആയിക്കഴിഞ്ഞു. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടാൻ പാടുള്ളൂ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. നമുക്കിത് കോരിയെടുക്കാം. കണ്ടില്ലേ, അതായി കഴിഞ്ഞു. ഈ നിറമാകുമ്പോൾ നമുക്കത് എടുക്കാം. നിങ്ങൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. സ്വാദിഷ്ടമായ കളിയടയ്ക്ക തയ്യാർ. ഓക്കെ, അപ്പം നാളെ 1 മണിക്ക് വീണ്ടും കാണാം. ബൈ.